അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹജ്ജ് സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൽ സംസാരിക്കാൻ പോകുന്നത് ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജിൻ്റെ ഫറലായ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിൻ്റെ ഇടയിൽ മെൻസസ് വരികയാണെങ്കിൽ അത് നീട്ടിവെക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആദ്യമായി തന്നെ ഇനി ഹജ്ജിന് പോകാൻ ഏകദേശം 4 മാസക്കാലമുണ്ട്. അപ്പോൾ ഈ 4 മാസത്തിനുള്ളിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മാസമുറ ഇറഗുലറായിട്ട്, അതായത് കൃത്യനിഷ്ഠയില്ലാതെ മാസമുറ വരുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ, കൃത്യനിഷ്ഠയില്ലാതെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് 21 ദിവസത്തിന് മുമ്പ് മെൻസസ് ആവുന്നുണ്ടോ, അല്ല 35 ദിവസം വരെ മെൻസസ് ആവാതിരിക്കുന്നുണ്ടോ, മെൻസസിൻ്റെ ഇടയിൽ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മെൻസസ് ആവുന്ന ബ്ലഡ് വളരെ കുറവാണോ, അല്ലെങ്കിൽ ബ്ലഡ് വളരെ കൂടുതലാണോ, അതായത് ക്ലോട്ട്സ് ഒക്കെ ആയിട്ട് നല്ല കൂടുതലായിട്ട് ബ്ലഡ് വരുന്ന ആളാണോ, അല്ലെങ്കിൽ മെൻസസ് വരുമ്പോൾ ഭയങ്കരമായിട്ട് പെയിൻ അനുഭവിക്കുന്ന ആളാണോ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് തന്നെയായാലും ഇപ്പോൾ തന്നെ നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് ഇതിന് എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കണം. ഇതിൻ്റെ കാരണം ചിലപ്പോൾ സ്ട്രക്ചറൽ ആവാം, അതായത് ഗർഭപാത്രത്തിനോ അണ്ഡാശയത്തിനോ ഗർഭാശയഗളക്കോ എന്തെങ്കിലും അസുഖമുള്ളതാവാം, അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ച് ആവാം. അപ്പോൾ എന്ത് തന്നെയായാലും ഇതിനുള്ള കാരണം കണ്ടുപിടിച്ച് നിങ്ങൾ ചികിത്സിക്കേണ്ടതാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ആളാണ്, അതായത് കൃത്യത്തിൽ മെൻസസ് വന്ന് 7-ാം ദിവസം 8-ാം ദിവസം കുളിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഹജ്ജിൻ്റെ യാത്രയ്ക്ക് മുമ്പ് ഡോക്ടറെ കണ്ടാൽ മതിയാവും. ഇനി ഹജ്ജിൻ്റെ ഫറലായ കർമ്മങ്ങൾക്ക് മുടക്കം സംഭവിക്കുന്ന രീതിയിൽ മെൻസസ് വരും എന്ന് പേടിയുള്ളവർ എന്തായാലും ഡോക്ടറെ കാണിച്ചിട്ട് അത് നീട്ടിവെക്കാനുള്ള മരുന്ന് കുടിക്കാം. അതെങ്ങനെയാണ് മരുന്ന് കഴിക്കേണ്ടത്? മെൻസസ് പ്രതീക്ഷിക്കുന്ന ഡേറ്റ് ഉണ്ടല്ലോ, അതിന് ഒരു 7 ദിവസം മുമ്പെങ്കിലും നിങ്ങൾ മരുന്ന് കഴിച്ചു തുടങ്ങേണ്ടതാണ്. യൂഷ്വലി പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിനാണ് നോറെത്തസ്ട്രോൺ 5 mg എന്നുള്ളത്. അതിൻ്റെ ഡോസ് എത്ര ദിവസം കഴിക്കണം എന്നൊക്കെ ഉള്ളത് ഡോക്ടർ തീരുമാനിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ഈ മരുന്ന് നിങ്ങൾ മുടങ്ങാതെ കഴിക്കേണ്ടതാണ്. ഏത് ഡോസിലാണ് ഡോക്ടർ പറഞ്ഞത് അത് കൃത്യമായി കഴിക്കണം. ഇനി ഏതെങ്കിലും ഒരു ഡോസ് മുടങ്ങിയാൽ ഓർമ്മ വരുന്ന ആ സമയം തന്നെ ആ ഡോസ് കഴിക്കുക എന്ന് വെച്ചിട്ട് അന്നത്തെ ഡോസ് മിസ്സാക്കരുത്, അന്നത്തെ ഡോസും കൂടെ കഴിക്കണം. അപ്പോൾ എക്സ്ട്രാ കഴിക്കേണ്ടി വരും. ഓക്കെ, ആർക്കൊക്കെ ഈ മരുന്ന് കഴിക്കാൻ പാടില്ല എന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഹാർട്ട് ഡിസീസ് ഉള്ളവർ, ബ്ലഡ് പ്രഷർ കൂടുതലുള്ളവർ, ബ്ലഡ് ഷുഗർ കൂടുതലുള്ളവർ, ലിവർ ഡിസീസ്, കിഡ്നി ഡിസീസ് ഇവയുള്ളവർ, അതുപോലെ തന്നെ സ്ട്രോക്ക് വന്നവർ, രക്തം കട്ടയാവാൻ സാധ്യതയുള്ളവർ, ഇങ്ങനെയുള്ളവർക്ക് ഈ മരുന്ന് കഴിക്കാൻ പാടില്ല എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് തന്നെയായാലും നിങ്ങൾ ഡോക്ടറെ കാണിക്കുകയും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ മെൻസസിൻ്റെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കാണുകയും വേണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.